ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിറയെ യാത്രക്കാരുമായി പുറപ്പെട്ട ഒരു കപ്പൽ 2 ദിവസം കഴിഞ്ഞാൽ കരയിലെത്താമെന്ന പ്രതീക്ഷയിൽ യാത്രക്കാരെല്ലാവരും അവരുടെ സമയം വളരെ സന്തോഷത്തോടെ ചിലവഴിക്കുന്നു. എന്നാൽ അന്ന് വൈകുന്നേരമായപ്പോൾ നടുക്കടലിൽ വെച്ച് കപ്പലിന്റെ എഞ്ചിൻ ഓഫായി. കപ്പലിലെ മെക്കാനിക്കുകളും എഞ്ചിനീയർമാരും എല്ലാം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കപ്പലിന്റെ എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല. ദിവസങ്ങൾ കഴിയുന്നു. ബോട്ടുകളിൽ പുറമേ നിന്ന് പല എഞ്ചിനീയർമാരെയും എത്തിച്ചു. പക്ഷേ ആർക്കും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളൊക്കെ ഹെലികോപ്റ്ററിൽ എത്തിക്കേണ്ട അവസ്ഥയായി. അപ്പോൾ ആ നാട്ടുകാരനായ ഒരാൾ ഒരു മെക്കാനിക്കിനെ കുറിച്ച് പറഞ്ഞു. അയാൾ വന്നാൽ ഒരുപക്ഷെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ആ യാത്രക്കാരന്റെ അഭിപ്രായത്തിൽ ആ മെക്കാനിക്കിനെ വരുത്തി. മെക്കാനിക്കിനെ കണ്ടതും കപ്പലിന്റെ ക്യാപ്റ്റൻ ഉള്ളിൽ ചിന്തിച്ചു, ഇനി ഇയാളാണോ ഇത് ശരിയാക്കാൻ പോകുന്നത്? വലിയ എഞ്ചിനീയർമാർ വരെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഇത്? കാരണം അയാളുടെ വസ്ത്രധാരണം ഒരു സാധാരണക്കാരൻ്റെതായിരുന്നു. എന്നാൽ ആ മെക്കാനിക്ക് കുറെ സമയം എഞ്ചിൻ ഭാഗമെല്ലാം പരിശോധിച്ചു. അവസാനം ഒരു സ്പാനർ എടുത്ത് ഒരു നട്ട് നന്നായി മുറുക്കി. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അത്ഭുതം, എഞ്ചിൻ സ്റ്റാർട്ടായി. അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10,000 രൂപയുടെ ഒരു ബില്ല് ക്യാപ്റ്റൻ ലഭിച്ചു. ഒരു നട്ട് മുറുക്കിയതിന് 10,000 രൂപയോ? ക്യാപ്റ്റൻ മെക്കാനിക്കിനെ വിളിച്ചു ചോദിച്ചു. മെക്കാനിക്ക് പറഞ്ഞു, നട്ട് മുറുക്കിയതിന് 5 രൂപയേ ഉള്ളൂ. എന്നാൽ അത് പഠിച്ചെടുക്കുവാൻ ഞാൻ 10 വർഷം എടുത്തു. 10 വർഷത്തെ അധ്വാനത്തിന്റെ ഫീസാണത്. ശരിയാണോ? ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നാം വിചാരിക്കും, ഇത്ര നിസ്സാരമായിരുന്നോ ഇത് എന്ന്. എന്നാൽ ഇതൊക്കെ പഠിച്ചെടുക്കുക, പരിശീലിക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനാകാൻ പഠിക്കുന്നത് പോലെ പ്രധാനമാണ് അതിന്റെ മെക്കാനിക് കാര്യങ്ങൾ പഠിക്കുക എന്നത്. ഞാൻ ചെയ്യുന്നത് മാത്രം വലിയ കാര്യമാണെന്നും മറ്റെല്ലാം നിസ്സാരമാണെന്നുള്ള ചിന്ത മാറേണ്ടിയിരിക്കുന്നു. നല്ലൊരു തൊഴിൽ ജീവിതത്തിൽ പരിശീലിച്ചിരിക്കുക എന്നതാണ് പ്രധാനം. ഒരു തൊഴിലും അറിയാത്തതിനേക്കാൾ നല്ലതാണ് ഏതെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുക എന്നത്. ക്രിസ്തു പോലും മരപ്പണി പരിശീലിച്ചിരുന്ന തച്ചനായിരുന്നു. ഏത് തൊഴിൽ ചെയ്യുന്നു എന്നതിലല്ല, അതെത്ര മഹത്വത്തോടെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നുണ്ട്. AC മുറിയിൽ കമ്പ്യൂട്ടറിന്റെ മുൻപിലിരുന്ന് ചെയ്യുന്ന ജോലിയിൽ സമ്പാദിക്കുന്നതിനേക്കാൾ ഏറെ വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നവർ അവരുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത്. ഏത് തൊഴിൽ ചെയ്താലും അതെല്ലാം മാന്യമായും അതെല്ലാം കർത്താവനാണെന്നുമുള്ള ചിന്തയോടെ ചെയ്താൽ എല്ലാ തൊഴിലും മഹത്തരമാകും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദിയാലെൻ മനം പാടുമേ, യേശുവേ നിന്റെ ത്യാഗമേ, ക്രൂശിലേ നിന്റെ സ്നേഹം, പാപിയാമെന്നെ തേടി നീ ചേർത്തണച്ച നിൻ സ്നേഹം. എന്തുള്ളൂ ഞാൻ ദൈവമേ, എന്തുള്ളൂ ഞാൻ കർത്തനേ, നീ ചെയ്ത നന്മകളോർക്കുമ്പോൾ നന്ദിയാലെൻ മനം പാടുമേ, യേശുവേ